ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ സ്വന്തം ഫ്രീ ഫയർ ആയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു CS റാങ്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇത് മറ്റേ മാപ്പിൻ്റെ പേരൊക്കെ ഗൈസ് നമ്മൾ വിട്ട് ഗൈസ് നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് ഗൈസ് കയറുന്നത്. അപ്പോൾ ചാടിപ്പിച്ച് ഹിറ്റ് ഡാമൊക്കെ നമുക്ക് വന്ന് അങ്ങനെ ഗൈസ് നമ്മളിവിടെ സൈറ്റ് നേടും എടുത്തുകൊണ്ട് പോയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു എയ്സ് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. ബട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്, അത് നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ വന്ന് അതിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഗൈസ് ഒരുത്തനെ കണ്ടു. അപ്പോൾ ഒരുത്തനെ ബോഡി ഹെഡൊക്കെ കൊടുത്ത് നമ്മളങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ 2 എണ്ണത്തിനെ കണ്ടല്ലോ ഗൈസ്. അതിൽ നിന്ന് നമുക്ക് അവന്മാരെ കൊല്ലാമെന്നും പറഞ്ഞ് മണ്ടേ വന്നപ്പം ഈ സൈഡിൽ ആരുമില്ല, അവിടെ ആരുമില്ല ഗൈസ്. അങ്ങേപ്പുറത്ത് നല്ല ഹിറ്റൊക്കെ കിട്ടി. നമ്മുടെ ഒരു ടീംമേറ്റ് നോക്കായി ആദ്യമേ, അതുകൊണ്ട് വേറൊരുത്തനും കൂടെ നോക്കായി. അവൻ ചത്തിട്ടുണ്ടായിരുന്നു കേസ്. നമ്മൾ നമുക്ക് അത്യാവശ്യം ഹിറ്റൊക്കെ കിട്ടിയപ്പോൾ കേസ് നമ്മൾ ക്രോണോ ആണോ മറ്റേ ക്യാഡർ സ്കില്ലൊക്കെ ഇട്ട് നമ്മൾ പോയി ഒന്ന് അവനെ അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് നമ്മുടെ ടീംമേറ്റിനെ അങ്ങോട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത റൗണ്ടും നമുക്കൊരു എയ്സ് എടുക്കണം. അത് ഉദാഹരണമായിരുന്നു ഗൈസ്. ഇതിൻ്റെ പേര് വിൻചെസ്റ്ററോ ഗൈസ്, വിൻചെസ്റ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ടീംമേറ്റ്സിന് ഫുള്ളൊക്കെ മെഡൊക്കെ എടുത്ത് കൊടുത്തില്ല. എന്നിട്ട് ഗൈസ് നമ്മൾ ഇങ്ങനെ ഒരു എയ്സ് എടുക്കണമെന്നുള്ള ധാരണയെ തന്നെയാണ് ഗൈസ് എനിക്ക് എയ്സ് എടുക്കണമെന്ന് ധാരണ ഉണ്ടായിരുന്നു. ബട്ട് ഈ റൗണ്ട് ഞാൻ നടന്നില്ല. അതിൻ്റെ അടുത്തൊക്കെ എൻ്റെ ഫോണിൻ്റെ ലാഗൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുത്തനെ നോക്കി അവനിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും നടന്നില്ല. നമ്മൾ ഈ സൈഡിൽ കൂടെയൊക്കെ വന്ന് നിൽക്കാൻ നേരത്ത് ഗൈസ് അവനെ കണ്ട് അവന് കൊടുത്തപ്പോൾ അവൻ സാൻഡിനോക്കായിട്ടിട്ട് ഒറ്റപ്പോക്ക്. നമ്മൾ അടുത്തൊരുത്തനെ കണ്ട് അവനെ അടിച്ചടി നോക്കും ഇട്ട് കൊടുത്ത് അവൻ ബാക്കിൽ നിന്ന് ഒരുത്തൻ ഗൈസ്. അപ്പം നമ്മൾ അവനെ അടിച്ച് നോക്കാക്കി. ഗൈസ് ഒരുത്തീനെ കണ്ടു, അവളെ അടിച്ച് നോക്കാക്കി ഗൈസ്. നമുക്ക് ബാക്കിൽ നിന്ന് ഹിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മൾ നോക്കായിട്ടാണ്. ബട്ട് ഗൈസ് നമ്മുടെ ടീംമേറ്റ് അസലായിട്ട് കളി എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പലവരും വിചാരിക്കുന്നുണ്ട് എൻ്റെ പേര് അക്ഷയ കേസ് എന്തിനാണ് ഇട്ടത്, കോപ്പി ആക്കുന്നതൊക്കെ എന്തിനാണെന്ന് എൻ്റെ ചാനലുണ്ട് 2-3 പേരൊക്കെ ചോദിച്ചു. ഞാനിതിടാൻ കാരണം എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ അക്ഷയാണ് ഗേസ്, അതുകൊണ്ടാണ് ഗേസ്. നമ്മൾ അത് കഴിഞ്ഞ് ഒന്ന് കയറി എന്തൊക്കെയായിരുന്നെന്നറിയാം ഗേസ്. ടീംമേറ്റിൻ്റെ അടുത്ത് പൂര തല്ലായിരുന്നു ഗേസ്. നമ്മൾ പൂര ശോകമായിരുന്നു ഗേസ്. നമ്മുടെ ടീംമേറ്റിൻ്റെ അടുത്ത് ഇച്ചിരി അടിയൊക്കെ ആയിരുന്നു ഗേസ്. നമ്മൾ ഒരുത്തനെ കണ്ടു, അവൻ അപ്പം സാൻഡിനെ ഇട്ട് പോയി ഗേസ്. നമ്മൾ ഈ സൈഡിൽ കൂടെ MP14 വെച്ച് കയറിതാ അവനെ അവിടെ കാണുന്നില്ല, ഇതാ ഇരിക്കുന്നതെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ ബാക്കിൽ നിന്ന് ഹിറ്റ് കിട്ടി ഗേസ്. നമ്മൾ ചത്ത് ഗേസ്. ബാക്കിൽ നിന്ന് ഹിറ്റൊക്കെ കിട്ടി നമ്മൾ ചത്തപ്പം ചിറക്കി ഇങ്ങോട്ടിടുന്നു. അങ്ങനെ എന്ത് ചെയ്യാനാ, ഇമോട്ട് സഹിച്ച് നമ്മൾ ഇരുന്ന് ഗേസ്. ഇതിനകത്ത് ലാസ്റ്റ് ഒരു പണിയുണ്ട് ഗേസ്. എത്രയായിട്ടും നമ്മൾ ലാസ്റ്റ് ഒരു കിട്ടിക്കാൻ പണിയായിരുന്നു നമുക്ക്. അങ്ങനെ ഗേസ് ഈ കളിയും വലിയ കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ സെറ്റാക്കി. അപ്പോൾ ഗേസ് ഞാൻ ഒരുപാട് അങ്ങോട്ട് വലിച്ചു വിടുന്നില്ല, നിങ്ങളതിനെ കണ്ടു നോക്ക്. ഗൈസ് ഇവിടെ വന്നപ്പം നമ്മൾ ഒരുത്തനെ കണ്ടു, അവനെ അടിക്കാൻ പോയ നമ്മുടെ ടീംമേറ്റിനെ ഒരുത്തൻ അടിച്ചിട്ടു. അപ്പോൾ ഗൈസ് നമ്മൾ ജസ്റ്റ് ഒരു ഇച്ചിരി ഡാം കൊടുത്തേ ഉള്ളൂ. അങ്ങനെ അവളെ അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് ഗൈസ്. ഇതിനകത്ത് എനിക്ക് പറ്റിയ പൊട്ടത്തരം ഗണ്ണ് റീലോഡ് ചെയ്യാതെ കയറിച്ചെന്ന് പിന്നെ നമ്മുടെ ക്യാരക്ടർ സ്കില്ലും ഞാൻ ഉപയോഗിച്ചില്ല. അതായിരുന്നു ഗൈസ് എനിക്ക് പറ്റിയൊരു പൊട്ടത്തരം.
എന്ത് ചെയ്യാനാണ് ഗൈസ്, ആ പൊട്ടത്തരം കാണിച്ച് ഞാൻ എന്നെ എന്ത് ചെയ്യാനാണ് ഗൈസ്. നമ്മുടെ ടീംമേറ്റ് ഈ സൈഡിലേക്ക് വന്ന് ഇന്നോട്ടുണ്ട്. അപ്പം ഗൈസ് മണ്ടേന്ന് 2 പേരെടുത്ത് ചാടി നമ്മുടെ ടീംമേറ്റ് നൈസിന് ഗ്രോസയും കൊണ്ട് അടിക്കാൻ നോക്കി ഗൈസ്. പക്ഷേ നമ്മുടെ ടീമിൻ്റെ പറ്റിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാ, നമ്മുടെ ടീംമേറ്റ് പൊള്ളിയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ അടുത്ത റൗണ്ട് MB40 UMP ഒക്കെ തന്നെയാണ് ഗൈസ് എടുത്തേക്കുന്നത്. MB40 UMP വിട്ട് ഒരു പണിയില്ലെന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് ഫോളോ മീ ആണ് ഗൈസ് അടിക്കുന്നത്. അവന്മാരുടെ ഒരു ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റാത്ര നല്ലപോലെ കില്ലൊക്കെ സ്കോർ ചെയ്ത് ഗൈസൊക്കെ എടുക്കാമെന്ന് എനിക്ക് തോന്നി. ബട്ട് അതിൽ നിന്ന് ഒരുത്തം കൂട്ടത്തിൽ വന്ന ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് കയറുന്നത്. റൈറ്റ് സൈഡിൽ കൂടെ കയറാന്ന് പറഞ്ഞാൽ ഒരുത്തനെ കണ്ടു ഗൈസ്. അപ്പോൾ അവനെ ഹിറ്റൊക്കെ കൊടുത്ത് ഈ സൈഡിൽ വന്നപ്പോഴത്തേക്കിന് നമുക്കിടെ നല്ല ഡാമൊക്കെ കിട്ടി. അങ്ങനെ ഗൈസ് അപ്പുറത്തും ഇപ്പുറത്തും കൂടെയൊക്കെ കയറി നമ്മുടെ ടീംമേറ്റിനെ അവന്മാരടിച്ച് 3ാമത്തെ റൗണ്ടും ഗൈസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ 4ാമത്തെ റൗണ്ടാണ്. ഈ റൗണ്ടും കൂടെ അവന്മാരുടെ അടുത്ത കഥ കഴിഞ്ഞെന്ന് പറഞ്ഞ് കളിക്കാൻ തുടങ്ങിയതാണ് ഗൈസ്. സ്റ്റാർട്ടായി. എന്ത് ചെയ്യാനാ ഗൈസ്, നമ്മൾ വലിയ കളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഗൈസ് എന്ത് ചെയ്യാനാ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹിക്കണേ. കാരണം ഇത് ഞാൻ വോയിസ് ഓവറൊക്കെ തന്നെയാണ് ഗൈസ് ചെയ്യണേ. അങ്ങനെ ഗൈസ് നമ്മൾ വിൻചെസ്റ്ററൊക്കെ എടുത്ത് നോക്കാൻ നേരത്ത് അവിടെ ഒരുത്തിനെ കാണും. നമുക്ക് അത്യാവശ്യം ഡാമൊക്കെ അവൾ തന്നു ഗൈസ്. നമ്മളൊരു 65 കൊടുത്തു ഗൈസ്. അത് കഴിഞ്ഞ് നോക്കി അപ്പം അപ്പുറത്തുനിന്ന് അടി കിട്ടി ഗൈസ്. ഇപ്പുറത്തുനിന്ന് വന്ന് ചെറുക്കനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിൽ നമ്മൾ അത്യാവശ്യം ഡാമൊക്കെ അവൾക്കും കൊടുത്തു. എന്നിട്ടും കാര്യമില്ല, നമുക്ക് അത്യാവശ്യം നല്ല ഹിറ്റൊക്കെ തന്നെ കിട്ടിയിരുന്നു ഗൈസ്. നമ്മളിവിടെ ഇരുന്ന് മെഡടിക്കണ സമയത്ത് ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. അങ്ങനെ ഇതും കഴിഞ്ഞ് ടാറ്റ ആൻഡ് ബൈ.